ഈ പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് അമ്മേനെ ബാധിക്കുന്ന ചിന്തകളുണ്ടല്ലോ, ഈ ചിന്തകളെ എങ്ങനെയാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടികളിലേക്കും കൂടി എത്തുന്നത്? നമുക്കറിയാം, പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് അമ്മമാർ ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കണം, അവർ ഭയങ്കര കാമായിരിക്കണം, ഒരുപാട് ദേഷ്യമോ അല്ലെങ്കിൽ അവർക്ക് ഒരുപാട് വിഷമങ്ങളോ ഒന്നും തട്ടാൻ പാടില്ല, അത് കുഞ്ഞിനെ ബാധിക്കുമെന്ന്. അതിലൊരു സത്യം ഉണ്ടെന്നുള്ള കാര്യം നമുക്കറിയാം. പക്ഷെ അത് എങ്ങനെയാണ് ശരിയായ രീതിയിൽ അത് കുഞ്ഞിനെ ബാധിക്കുന്നത്, എന്തെല്ലാം റീസൺ കൊണ്ടാണ് എത്തുന്നത് എന്ന കാര്യമാണ് ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത്. ഈ കുഞ്ഞുങ്ങൾ ജനിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പല പേരൻസും പറയുന്ന ഒരു കാര്യം നമ്മൾ കേൾക്കാറുള്ളതാണ്, ഭയങ്കര ദേഷ്യക്കാരനാണ്, ഭയങ്കര വാശിയാണ്, അല്ലെങ്കിൽ രാത്രി തീരെ ഉറക്കമില്ല, മടുത്തു, എന്ത് ചെയ്യണമെന്ന് അറിയില്ല എന്നൊക്കെ. പക്ഷെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഒക്കെ ഉത്തരവുണ്ടല്ലോ നമ്മുടെ ഈ 9 മാസത്തിലുണ്ട്. നമ്മൾ കുഞ്ഞ് ജനിക്കുന്നതിന് മുമ്പ് നമ്മുടെ ആ ജേർണി ഉണ്ടല്ലോ 9 മാസം, ആ 9 മാസത്തിലാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനൊക്കെ ഉത്തരവുള്ളത്. നമ്മുടെ ബോഡി ഉണ്ടല്ലോ ഒരു വലിയ കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക് ആണെന്ന് ചിന്തിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലെ കുറെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ എളുപ്പമായിരിക്കും. അപ്പോൾ അതിലെന്താ ശരിക്കും നടക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം, നമ്മുടെ പ്ലസന്റ് വഴിയാണ് ഫീറ്റസിലേക്ക് ന്യൂട്രിയൻസ് എല്ലാം എത്തിച്ചു കൊടുക്കുന്നത്. കുട്ടിക്ക് വളരാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുന്നത്, ന്യൂട്രിയൻസ് എല്ലാം എത്തിക്കുന്നത് പ്ലസന്റ് വഴിയാണ്. പക്ഷെ ഈ പ്ലസന്റ് ഇത് മാത്രമല്ല ചെയ്യുന്നത്, കുട്ടിക്ക് വേണ്ട ന്യൂട്രിയൻസ് കൊടുക്കുന്നതോടൊപ്പം തന്നെ അമ്മ അനുഭവിക്കുന്ന എക്സ്പീരിയൻസ് ചെയ്യുന്ന ഓരോ ചെറിയ ചെറിയ ഇമോഷൻസും ആ ഇമോഷൻസും കുട്ടി അറിയുന്നുണ്ട്. അതായത് നമ്മുടെ ബോഡി തന്നെ നമ്മുടെ ഇമോഷൻസ്, നമുക്ക് ഓരോരോ ഇമോഷൻസ് ഉണ്ടാവുന്നതിനനുസരിച്ചിട്ട് ഓരോ കെമിക്കൽ മെസ്സഞ്ചേഴ്സിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങും. ഇങ്ങനെ കെമിക്കൽ മെസ്സഞ്ചേഴ്സ് പ്രൊഡ്യൂസ് ആവുന്ന സമയത്ത് നമ്മുടെ ബ്രെയിനിൽ ഓരോ ഹോർമോൺസും പ്രൊഡ്യൂസ് ആകും. ഈ ഉണ്ടാവുന്ന ഹോർമോൺസ് ചിലപ്പോൾ സന്തോഷമാണെങ്കിൽ നമുക്ക് ഓക്സിറ്റോസിനും എൻഡോർഫിനും പോലുള്ള ഹോർമോൺസ് ആയിരിക്കും, അല്ലെങ്കിൽ നമുക്ക് സങ്കടം അല്ലെങ്കിൽ സ്ട്രെസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് കോർട്ടിസോളിന്റെ അളവായിരിക്കും കൂടുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള പ്രൊഡ്യൂസ് ചെയ്യുന്ന ഈ ഹോർമോൺസിനെ രക്തക്കുഴലിലേക്ക് വിടും. രക്തക്കുഴൽ വഴി ഇത് പ്ലസന്റയിൽ എത്തിയിട്ട് അത് കുട്ടികളിലേക്ക് എത്തുന്ന ഒരവസ്ഥ. ഈ അവസ്ഥ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും കുട്ടികളെ പല രീതിയിൽ ബാധിക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, നമ്മുടെ ബോഡി എന്ന് പറയുന്നത് ഒരു കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്കിംഗ് സിസ്റ്റമാണ്. അപ്പോൾ നമ്മൾ പുറത്തു നിന്നുള്ള ഒരു മെസ്സേജ് സ്വീകരിച്ച് അത് ഓരോ സെല്ലിലേക്കും എത്തിക്കുന്ന ഓരോ റിസീവേഴ്സ് ഉണ്ട്. ഈ റിസീവേഴ്സിന്റെ പേരെന്ന് പറയുന്നത് പ്രോട്ടീൻ റിസപ്റ്റേഴ്സ് എന്നാ. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കോശത്തിന്റെ പൂട്ട് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പൊ കോശത്തിന്റെ പൂട്ട് എന്ന് പറയുമ്പോൾ പുറത്തേക്ക് നമ്മുടെ ഹോർമോൺ എത്തിക്കുമ്പോൾ ആ ഹോർമോണിനെ കോശത്തിന്റെ ഉള്ളിലേക്ക് വിടുന്ന ആളാണ് ഈ പ്രോട്ടീൻ റിസപ്റ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ ഇമോഷൻസിനെ നിയന്ത്രിക്കാനും ശരിക്കും പറഞ്ഞാൽ ഈ റിസപ്റ്റേഴ്സിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. കാരണം നമുക്കിപ്പോൾ ഭയങ്കര സങ്കടകരമായിട്ടുള്ള ഒരു കാര്യങ്ങളാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നതെങ്കിലും ഈ ഹോർമോൺസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ ഇത് തുറന്നിട്ട് നമ്മുടെ ഈ കോശത്തിന്റെ ഉള്ളിലേക്ക് വിടുകയാണ്. അങ്ങനെ വരുന്ന സമയത്ത് എന്താണ് സംഭവിക്കുന്നത് വെച്ചാൽ റെക്കറന്റ് ആയിട്ട്, അത് റിപ്പീറ്റേറ്റീവ് ആയിട്ട് നമുക്ക് സങ്കടങ്ങൾ തന്നെയാണ് വരുന്നത്. അല്ലെങ്കിൽ റെക്കറന്റ് ആയിട്ട് എപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നത് ഒരേ ഇമോഷൻസ് തന്നെ ആവുമ്പോഴാണ് ഈ നമ്മുടെ കുട്ടിയുടെ ഡെവലപ്മെന്റിനെ ഇത് ബാധിച്ചു തുടങ്ങുന്നത്. അവിടെ ശരിക്കും എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അമ്മമാർ അനുഭവിക്കുന്ന ഓരോ കാര്യങ്ങൾ, എക്സ്പീരിയൻസ് ചെയ്യുന്ന ഓരോ ഫീലിങ്സും ഇമോഷൻസും ഒക്കെ കുട്ടികളിലേക്ക് എത്തുമ്പോഴേക്കും അവിടെ ഒരു പ്രീ പ്രോഗ്രാമിംഗ് നടക്കും. അതായത് ജനിക്കുമ്പോൾ പുറത്ത് ഞാൻ എങ്ങനെയാണ് ഇരിക്കേണ്ടത്, അല്ലെങ്കിൽ ഞാൻ ഈ എൻവയോൺമെന്റിനോട് എങ്ങനെയാണ് പ്രതികരിക്കേണ്ടത് എന്നതിന് ഒരു പ്രോഗ്രാമിംഗ് ഓൾറെഡി നമ്മുടെ ഫീറ്റസ് പ്രവർത്തനം അവിടെ ആരംഭിച്ചു തുടങ്ങും. അങ്ങനെ ഒരു അവസ്ഥയിൽ കൂടെ കിടന്നു പോകുന്ന ഒരു കുട്ടിക്ക് പുറത്തേക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടാവുന്ന കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആയിരിക്കും ഒരു സാധാരണ കുട്ടിയെ അപേക്ഷിച്ച് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചില കേസുകളിലൊക്കെ പ്രീമച്വർ ആയിട്ട് കുട്ടികൾ ഉണ്ടാവാനും, വെയിറ്റ് ലോസ് ഉണ്ടാവാനും, കോളിക്ക് ഉണ്ടാവാനും, ഇവരുടെ മെറ്റബോളിസത്തിന് തന്നെ വലിയ ഡിഫറൻസസ് ഉണ്ടാവാൻ വരെ ചാൻസസ് ഉണ്ട്. ഇനിയിപ്പം ഈ അങ്ങനെ ജനിക്കുന്ന കുട്ടികളാകുമ്പോഴേക്കും ഭയങ്കര റിയാക്റ്റീവ് ആയിട്ട് വരും, ഭയങ്കര, അതായത് അവർക്കൊരു സർവൈവൽ മോഡിലേക്ക് ഓണാവും. അതെങ്ങനെ, അപ്പൊ കുട്ടികൾക്ക് എങ്ങനെയാണ് ഈ സർവൈവൽ മോഡിലേക്ക് എത്തുന്നത്? അതായത് നമ്മുടെ ഈ സ്ട്രെസ് ഹോർമോൺസ് ഉണ്ടല്ലോ അതിങ്ങനെ പ്ലസന്റ് വഴി സഞ്ചരിച്ച് നമ്മുടെ ഫീറ്റസിലേക്ക് എത്തുമ്പോഴേക്കും അവിടെ കുട്ടിയുടെ വിസറ എന്ന് പറയുന്ന ആന്തര അവയവങ്ങളുടെ രക്തക്കുഴലുകൾ ചുരുങ്ങാൻ തുടങ്ങും. അങ്ങനെ ചുരുങ്ങുന്ന സമയത്ത് അവിടെ ബ്ലഡ് സർക്കുലേഷൻ കുറഞ്ഞ് പെരിഫറിയിലേക്ക് ഈ പ്രവാഹത്തിന് തിരിച്ചുവിടുന്നത്. ഈ ഒരു പ്രതിഭാസമാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ സർവൈവൽ മോഡ്. അതായത് നമ്മുടെ ബോഡി തന്നെ ഓട്ടോമാറ്റിക്കലി ആയിട്ട് റെസ്പോൺസ് ചെയ്യാണ് ഒരു ഫൈറ്റ് അല്ലെങ്കിൽ ഫ്ലൈറ്റിന് വേണ്ടിയിട്ട്. ഒരു അപകടം ഉണ്ടാവുന്ന സമയത്ത് നമ്മളെ രക്ഷപ്പെടുത്താൻ വേണ്ടി നമ്മുടെ ബോഡി തന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് സംഭവിക്കുന്ന അല്ലെങ്കിൽ നടത്തുന്ന ഒരു പ്രക്രിയയാണത്. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നടന്നത് കഴിഞ്ഞിട്ടുണ്ടെങ്കിലാണ് നമ്മുടെ കുട്ടികൾ ഡേഞ്ചറിലേക്ക് പോകുന്നത്, അല്ലെങ്കിൽ അവർക്ക് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലുള്ള ബുദ്ധിമുട്ടുകൾ ജനിച്ചു കഴിഞ്ഞാൽ ഉണ്ടാവുന്നത്. ഇനി ഇങ്ങനെയുള്ള കുട്ടികൾ കുറച്ചും കൂടെ വലുതായി കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ADHD അല്ലെങ്കിൽ അവർക്ക് ഈറ്റിംഗ് ഡിസോർഡേഴ്സ്, അല്ലെങ്കിൽ അവർക്ക് മെന്റൽ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവാം, അവർക്ക് സ്ലീപ്പിംഗ് ഡിസോർഡേഴ്സ് ഉണ്ടാവാം. അങ്ങനെ ഒരുപാട് ഡിസോർഡേഴ്സ് അവർക്ക് വരാൻ ഭയങ്കര ചാൻസസ് കൂടുതലാണ് സാധാരണ കുട്ടികളെ വെച്ച് നോക്കി കഴിഞ്ഞാൽ. ഇനി അഡൾട്ട് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിലോ ഡയബറ്റിക്, BP, അതുപോലെ തന്നെ ഒബേസ് ആവാനുള്ള ചാൻസസ് കൂടുതലാണ്. ഇനി നമ്മൾ കുഞ്ഞുങ്ങളുടെ കാര്യത്തിലേക്ക് തന്നെ തിരിച്ചു വന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ജനിക്കുന്ന കുട്ടികൾക്ക് കോഗ്നിറ്റീവ് സ്കിൽസ് കുറവാവാൻ ചാൻസ് ഉണ്ട്, പഠന വൈകല്യങ്ങൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്, IQ കുറയാൻ ചാൻസ് ഉണ്ട്, ലേറ്റർ ഓൺ ആസ്മ
അലർജി എന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവാൻ ചാൻസസ് ഉണ്ട്. അപ്പൊ ഇതെല്ലാം ഉണ്ടാവില്ല, എല്ലാ കോളംസും ടിക്കായിരിക്കും എന്നൊന്നല്ല പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ സാധാരണ മനുഷ്യർ, അതായത് സാധാരണ മനുഷ്യർ പ്രഗ്നന്റ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ട്രെസ്സിൽ കൂടെ കടന്നു പോകും, സന്തോഷത്തിൽ കൂടെ കടന്നു പോകും, എല്ലാ ഇമോഷൻസും ഉണ്ടാവും. ഏത് സമയം ഇങ്ങനെ സന്തോഷിച്ചുകൊണ്ട് മാത്രം ഇരിക്കുക എന്ന് പറഞ്ഞാൽ പോസിബിൾ അല്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ 86% ഓഫ് ദ വിമണും എന്താണ് പ്രഗ്നന്റ് ആകുന്ന സമയത്ത് സ്ട്രെസ്സിൽ കൂടെ തന്നെയാണ് കടന്നു പോകുന്നത്. പക്ഷേ നമുക്കറിയാം ഇതിനു വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ. അതുകൊണ്ട് തന്നെയാണ് ഈ പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് നമ്മൾ നമ്മുടെ മെന്റൽ ഹെൽത്തിനെ പറ്റിയും നമ്മുടെ വെൽബീയിങ്ങിനെ പറ്റിയും അവെയർ ആയിരിക്കേണ്ട ആവശ്യകത വെരി ഇമ്പോർട്ടന്റ് ആയിരിക്കുന്നത്. അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പൊ നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മുടെ വീഡിയോസിനെ അല്ലെങ്കിൽ ചാനലിനെ ഒക്കെ സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക. കമന്റും ഇടുക, നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ പ്രഗ്നൻസി പീരീഡിൽ നിങ്ങൾ എന്തായിരുന്നു ചെയ്തത്, അല്ലെങ്കിൽ അതിനെ ഡിഫറെന്റ് ആക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് എങ്ങനെയായിരുന്നു ഫീൽ ചെയ്തതെന്നും കൂടെ കമന്റ് ഇടുകയാണെങ്കിൽ നമുക്ക് കാണുന്നവർക്കും അതുപോലെ തന്നെ എനിക്കും ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം.